ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. എന്താ പറയുക, നല്ലൊരു ഫ്ലേവറായിട്ടുള്ള, ഏകദേശം മന്തീൻ്റെ എല്ലാം അടുത്ത് വരും വകയിൽ മന്തീൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു റൈസ് തന്നെ. എളുപ്പമാണ്, അതിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ്, പക്ഷെ നല്ല ഹെൽത്തിയാണ്. അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഗ്രാനൈറ്റിൻ്റെ പാൻ ഒന്ന് കാണിച്ചു തരാം. നല്ല ഓഫറുണ്ട്, റംദാൻ ഓഫറുണ്ട്. എനിക്കിത് കിട്ടിയിട്ടുള്ളത് 14 റിയാലിനാണ് കിട്ടിയിട്ടുള്ളത്. ഓർഡർ ചെയ്തിട്ട് 1 വീക്ക് കഴിഞ്ഞ പാടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മേലത്തെ ഈ ഫ്രൈ പാൻ ബോക്സിലിടാതെ വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട്, ചെറുങ്ങനെ ഒരു ഒട്ടലുണ്ട്. ബാക്കി 3 പാനും ഇതുപോലെ ബോക്സിലിട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൻ ഇത്, അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല. ഞാൻ ഒരുപാട് ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ടാണ് ഓർഡർ ചെയ്ത്, ഫസ്റ്റ് ടൈം ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇവിടുന്ന് ട്രെൻഡികളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ആദ്യം പേടിയുണ്ടെങ്കിലും പരിചയമുള്ള ആൾക്കാരെല്ലാം വാങ്ങിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. ഇത് രണ്ടാമത്തെ പാന്, അതും നല്ല തന്നെ. അതായത് ചെറിയ ഫാമിലിയുള്ള ആയിട്ട് നിൽക്കുന്ന ആൾക്ക് ചെറിയ രീതിയിൽ മസാലയും ബിരിയാണി എല്ലാം വെക്കാം. അപ്പോൾ ഈ 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പിന്നെ റിട്ടേൺ അടിക്കുന്നൊന്നുമില്ല. പിന്നെയും വീണ്ടും അത് കംപ്ലൈൻറ്റ് കൊടുത്ത് വീണ്ടും വന്ന് എന്തായാലും 10-20 ദിവസം പിടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ചെറുങ്ങനെ ഹാമർ കൊണ്ട് അതിനെ ഒന്ന് തട്ടി ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വേണ്ടുന്നവർ ഓർഡർ ചെയ്തോ. നല്ല ഡിസ്കൗണ്ട് കൂടാതെ കോഡ് അടിക്കുന്നവർക്ക് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ റംദാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ റൈസിൻ്റെ റെസിപ്പി കാണിക്കാം. ഈ ഒരു റൈസിൻ്റെ പേര് ഹനീത്ത് എന്നാണ്. പിന്നെ പേര് വെറൈറ്റി പേരാണ് ഇതിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്പൈസസ് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂൺ പെപ്പർ, അതുപോലെ 3 ഏലക്ക, ഗ്രാമ്പു, ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. കരിഞ്ഞു അത് തന്നെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. കുറേ ചോറുണ്ടാക്കുന്നവർ ഇതൊന്നും പോരെ, കുറച്ചും കൂടി ഇതിന് ഡബിൾ സ്പൈസസ് എടുത്തിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ നല്ലോണം റോസ്റ്റ് ചെയ്തതിന് ശേഷം കരിഞ്ഞു പോകാതെ തന്നെ റോസ്റ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. നല്ല സ്മെല്ല് വരും. റോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പൊടികൾ കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഇളക്കുകയും ചെയ്യാം, സിമ്മിൽ വെക്കുകയും ചെയ്യണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു. അപ്പോൾ ഞാനിതിവിടെ പൊടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനിവിടെ മസാലപ്പൊടികൾ ചേർക്കുന്നുള്ളൂ. 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 മാഗി ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്. അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റല്ല നമുക്ക് ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാനാണ്. പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. 1 ലെമൺ ജ്യൂസ് ചേർത്താൽ മതി. ലെമൺ ഇല്ലെങ്കിൽ വിനെഗർ ചേർത്താലും മതി, 1-2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തന്നെ പിന്നെ ചിക്കൻ ആവണമെന്നില്ല, മട്ടനും അതുപോലെ തന്നെ ബീഫും എല്ലാം എടുക്കാം. ഞാൻ മട്ടനും ബീഫൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചിക്കൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാനൊരു ഇൻസ്റ്റയിൽ റീല് കണ്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മൾ മസാല ഇട്ട് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 2-2.5 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെയും ചിക്കൻ വേവും, പക്ഷേ വെള്ളം ചേർക്കുന്നതിന് കാരണം നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് റൈസിലേക്ക് ചേർക്കണം, അതിനാണ് വെള്ളം ചേർക്കുന്നത്. ഇത് തന്നെ സെയിം മട്ടണോ ബീഫോ നമുക്ക് എടുക്കാം. അതിനുശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നന്നായി തിളച്ച് വന്ന് ഇനി ഒന്നുകൂടി ഒന്ന് കുക്കായി വരണം. ഒരു കംപ്ലീറ്റ് ചിക്കൻ കുക്കാക്കി എടുക്കല്ലേ, കാരണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 70% കുക്കാക്കി എടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് പീസസ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. സ്റ്റോക്ക് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ പീസസിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല പൗഡർ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് സോൾട്ട് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഓൾറെഡി സോൾട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കാരണം ഞാൻ 3 മാഗി ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് മിക്സാക്കി വെച്ച്, അപ്പോൾ ഇനി നമുക്കൊന്ന് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് എടുക്കാം. ഒരുപാട് ടൈം ഫ്രൈ ചെയ്യേണ്ട, ഓൾറെഡി ഇത് കുക്കായി വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, മന്തീൻ്റെയിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കുന്ന രീതിക്ക്, പക്ഷേ ഏകദേശം ഫ്ലേവർ മന്തീൻ്റെതാണ് വരുന്നത്. പക്ഷേ എന്താ പറയുക, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കുറച്ചും കൂടി മസാലപ്പൊടികളെ ടേസ്റ്റ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാം. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്കിൻ്റെ കുറച്ച് ഒരു 1/4 കപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒന്നുകൂടി ഒരു ചിക്കൻ പീസസിലേക്ക് മസാല ആഡ് ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി വരും. അപ്പോൾ അതവിടെ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 3 ഏലക്ക, 2-3 ക്ലോവ്സ് ചേർത്ത് കൊടുക്കുക. 2 ബേ ലീവ്സ് ചേർക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ റൈസിന് ഒരുപാട് ഉള്ളി വേണ്ട, കാരണം നമ്മൾ എക്സ്ട്രാ വെജിറ്റബിൾസ് കൂടി ചേർക്കുന്നതിനെ കൊണ്ട് ഉള്ളീൻ്റെ ആവശ്യം അധികം വരുന്നില്ല. അപ്പോൾ ഒരു ഉള്ളി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് ചേർക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു ക്യാരറ്റുമാണ് എടുത്തത്. തക്കാളി ചേർത്തോ. തക്കാളി വഴന്ന് വന്നതിന് ശേഷമാണ് വെജിറ്റബിൾസ് ചേർക്കുന്നത്. പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണുന്ന അത്ര ലെങ്ത് ഒന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ട് കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. പെട്ടെന്ന് നമ്മൾ പിന്നെ വെള്ളത്തിൽ നിന്ന് മാറ്റി ചിക്കൻ പീസസ് അവിടെ ഒരു ഫ്രൈ പാനിൽ ഫ്രൈ ചെയ്യാനിട്ട് ഇപ്പുറത്തുനിന്ന് ഉള്ളി വഴറ്റി പെട്ടെന്ന് സംഭവം കഴിയും. അപ്പോൾ ഞാൻ വീഡിയോയിൽ കൺഫ്യൂഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മാത്രം. അപ്പം തക്കാളിയും ക്യാരറ്റും ക്യാപ്സിക്കം ഉള്ളി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ അത്. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്ക് ഒരു ഗ്ലാസ് ചേർക്കുന്നുണ്ട്. 4 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്, കാരണം ഞാൻ 2 ഗ്ലാസ് അരിയാണ് ബസ്മതി റൈസ് എടുക്കുന്നത്. അപ്പോൾ ഇരട്ടിയാണ് വേണ്ടത്. അപ്പോൾ 1 ഗ്ലാസ് ചിക്കൻ സ്റ്റോക്ക് ചേർത്തു, ബാക്കി 3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. കുറച്ച് സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ കഴുകി അരിപ്പേരിട്ട് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണ്ട, അപ്പം ഉടഞ്ഞു പോകും വല്ലാണ്ട്.
ഈ ഒരു ടൈമിൽ നമുക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ആദ്യം തീരെ ഗീ ചേർത്തിട്ടില്ല. ഓയിൽ 4-5 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ ലാസ്റ്റ് കുക്കായി വരുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബിരിയാണിക്കായിക്കോട്ടെ ഏത് റൈസിനായാലും ലാസ്റ്റ് ടൈം ചേർക്കുമ്പോൾ ഗീൻ്റെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ഇവിടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഒടിഞ്ഞു പോകാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിൽ, 10 മിനിറ്റ് അല്ല ഒരു 5 മിനിറ്റ് മതി, സിമ്മിലൊന്ന് വെക്കുക. എന്നാൽ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവറെല്ലാം കിട്ടും നമുക്ക്. ഞാനിപ്പോൾ നടുവിൽ സ്പേസ് ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെ ചെറിയൊരു പാന് വെക്കേണ്ടിയിട്ടാണ്. പച്ചമുളക് കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മന്തീൻ്റെ ഏകദേശം ആ ഒരു ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇതിൽ, പക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇന്നിപ്പോൾ റൈസായതിനെ കൊണ്ട് പ്രത്യേകിച്ച് വെറൈറ്റി സ്നാക്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല. മുട്ട വരിഞ്ഞ് പൊരിച്ചതാണ്. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും കഴിച്ചോളും. അപ്പോൾ അത് മാത്രമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതും കഞ്ഞിയും. അല്ലാത്ത റൈസ് അല്ലാതെ വേറെ പത്തിലോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ 2 തരം സ്നാക്സ് ഇവിടെ നിർബന്ധം. അപ്പോൾ ഈ ഒരു മുട്ട വരിഞ്ഞ് പൊരിച്ചത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം നോമ്പിന് എപ്പോഴും ഉണ്ടാവും, വേറെ സ്നാക്സിൻ്റെ കൂടെ ഇത് നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഹനീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പക്ഷേ ഫ്ലേവറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ പേര് പോലത്തെ ഒരു വെറൈറ്റി ഫ്ലേവറല്ല നമുക്ക് കിട്ടുന്നത്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.